മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പതിവില്ലാതെ ഒരു ഇൻട്രോ വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതിൻ്റെ കാരണം ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഞാനിന്ന് സാരിയൊക്കെ എടുത്ത് സുന്ദരിയായിട്ട് ഇങ്ങനെ പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞങ്ങൾ ഗുരുവായൂർക്ക് പോവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, ഏട്ടനുണ്ട്, അതുപോലെ അപ്പു എൻ്റെ അനിയനാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ എനിക്ക് നാളെ, അതായത് ഞാൻ വീഡിയോ എടുക്കുന്ന ഞായറാഴ്ചയാണ്, നാളെ തിങ്കളാഴ്ച രാവിലെ എനിക്കവിടെ കുട്ടികളുടെ ഡാൻസിൻ്റെ അരങ്ങേറ്റം പരിപാടിയുണ്ട്. അപ്പോൾ അതിന് ഞാനാണ് വയലിൻ വായിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പോകുമ്പോൾ വിചാരിക്കും വീഡിയോ എടുക്കണമെന്ന്, പക്ഷേ ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല. പിന്നെ ഞാൻ റിഹേഴ്സലിലും പ്രോഗ്രാമിൻ്റെ തിരക്കിലൊക്കെ ആവും. അപ്പോൾ വീഡിയോ ഒക്കെ പതിക്കുന്ന കട്ടാവും, അങ്ങനെയാണ് ഉണ്ടാവാറ്. ഇപ്രാവശ്യം ഞാൻ ഇവനെ കൂട്ടിയിരിക്കുന്ന തന്നെ എൻ്റെ ക്യാമറമാനായിട്ടാണ്. അപ്പോൾ നന്നല്ലപ്പോൾ വീഡിയോസ് എടുത്തരില്ലേ? ഓക്കെ പറയുന്നുണ്ട്. ഈ യാത്രയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മൾ കാറ് വാങ്ങിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്ര ദൂരെ പോകുന്നത്. ദൂരെന്ന് വെച്ചാൽ ഒരു 1.25 മണിക്കൂറൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇത്ര ദൂരം പോലും അങ്ങനെ ഓടിച്ചിട്ടില്ല. നമുക്ക് രണ്ടുപേർക്കും വലിയ രീതിയിൽ ഡ്രൈവിംഗ് ഒന്നും അറിയില്ല, പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇവൻ എന്ത് ധൈര്യത്തിലാണ് നമ്മളെ കാറിൽ കയറിയിരിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു പ്രത്യേകത കൊണ്ടുണ്ട് ഈ യാത്രയ്ക്ക്. അപ്പോൾ കുറച്ചധികം ദൂരം നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഗൈസ്, നമ്മൾ ഗുരുവായൂർ റൂം എടുത്തിരിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. റൂം ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു 1 BHK ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഒരു ഹാള് വരുന്നുണ്ട്. അവിടെ സോഫയുണ്ട്, അതുപോലെ TV ഉണ്ട്. ഇത് സോഫ കം ബെഡാണ് കേട്ടോ. 3 പേരുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ആണ്. അതുപോലെ ഒരു വാഷ് ബേസിൻ, അവിടെ ഒരു മിററും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞു ബാൽക്കണി ഉണ്ട്. പ്രത്യേകിച്ച് വ്യൂവും കാര്യങ്ങളൊന്നുമില്ല, ഒരു ചെറിയ ബാൽക്കണിയാണ്. പിന്നെ നമുക്കൊരു കെറ്റിലും അതുപോലെ ഗ്ലാസസ്, പ്ലേറ്റ്സ് ഒക്കെ അവർ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് കുറേ സ്റ്റോറേജ് സ്പേസസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ്. പിന്നെ കബോർഡും മിററൊക്കെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് ബാത്റൂമും വരുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ട് റിഹേഴ്സലിൽ പോവാണ്. ഇന്നാണ് ദക്ഷിണ കൊടുപ്പൊക്കെ ഉള്ളത്. അപ്പോൾ അമ്പലത്തിലേക്ക് പോകണം. നമ്മളിതാ അവിടെയാണ് റൂം എടുത്തിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് അപ്പാർട്ട്മെൻറ്റ്സും അതുപോലെ റൂംസൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. എന്തായാലും കുഴപ്പമില്ല, അത്യാവശ്യം നീറ്റായിട്ടുള്ള റൂമൊക്കെ തന്നെയാണ്. അപ്പോൾ അമ്പലത്തിലേക്ക് പോകാൻ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് അമ്പലത്തിലേക്ക് നടക്കാനായിട്ട്. നമ്മൾ കാർ എടുത്തില്ല, കാരണം അവിടെ അമ്പലത്തിൻ്റെ അവിടെ എന്തായാലും തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ നടക്കാൻ തന്നെ വിചാരിച്ചു. നമ്മളിപ്പോൾ ഉള്ളത് കിഴക്കേ നടയിലാണ്. ഇവിടെയുള്ള RVK റെസിഡൻസിയിലാണ് നമുക്ക് റിഹേഴ്സലുള്ളത്. അപ്പോൾ നമ്മളിതാ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്, കുട്ടികളും അവരുടെ പാരൻസും ഒക്കെ. കഴിഞ്ഞ തവണ നമ്മൾ ഇവിടെ ആയിരുന്നു സ്റ്റേ കേട്ടോ. പക്ഷേ ഇത്തവണ നമുക്ക് ഇവിടെ റൂം കിട്ടിയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദക്ഷിണയൊക്കെ കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരുവിധം ദക്ഷിണ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അവരുടെ ഫോട്ടോ സെഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ ഒന്ന് പുറത്തിറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ച് വന്നത്. കുട്ടികളുടെ ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം ഇനി റിഹേഴ്സൽ തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ റിഹേഴ്സലായിരുന്ന സമയത്ത് തന്നെ അപ്പു ഏട്ടനും കൂടെ ഇവിടെ ചുറ്റിക്കറങ്ങിയൊക്കെ നടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും കൂടെ റിഹേഴ്സൽ കഴിഞ്ഞ് ഇറങ്ങി. നമ്മൾ 3 പേരും കൂടെ ഒരുമിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു. എനിക്കും അപ്പൂനും ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലം കൂടിയാണ് ഗുരുവായൂർ. കാരണം ഞങ്ങൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഞാനും അച്ഛനും അമ്മയും അപ്പവും കൂടെ മാസത്തിൽ 1 തവണയെങ്കിലും ഇവിടെ വരാറുണ്ടായിരുന്നു. ഞങ്ങളൊരു ടൂർ വരുന്ന പോലെ വന്ന് തലേദിവസം ഇവിടെ നിന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വാഗച്ചാർത്തൊക്കെ കണ്ട് ഉച്ചത്തെ ഭക്ഷണവും കഴിച്ചിട്ടാണ് ഇവിടുന്ന് പോകാറുണ്ടായിരുന്നത്. ഇവിടുന്ന് കിട്ടുന്ന വെണ്ണ, പഞ്ചസാര, അതുപോലെ പാൽപ്പായസം, അതുപോലെ ഇവിടുത്തെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന നല്ല മസാല ദോശ,
ഇതൊക്കെ ഞങ്ങളുടെ നല്ല ഓർമ്മകളാണ്. അപ്പോൾ ഇതൊക്കെ ഏട്ടനോട് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഇവിടുത്തെ ഓഡിറ്റോറിയത്തിന് പിന്നെ എല്ലാ സമയത്തും പ്രോഗ്രാംസ് ഉണ്ടാവുമല്ലോ. ഞങ്ങൾ വൈകിട്ട് അവിടെ ചെന്ന സമയത്ത് അവിടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ കണ്ട് അങ്ങനെ നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ റെഡിയാവുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. കുറച്ച് ലേറ്റായിപ്പോയി. ഞാൻ ആദ്യമായിട്ടായിരുന്നു സെറ്റും കൊണ്ട് എടുത്തിരുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പോൾ. അങ്ങനെ കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ നേരെ പ്രോഗ്രാമിന് കയറി. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2-3 ഐറ്റം അവർ റെക്കോർഡിങ് വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. പ്രോഗ്രാമൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ സ്റ്റേജിൽ തന്നെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇറങ്ങി. അതിനുശേഷം വീണ്ടും കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം നടന്നു. അമ്പലത്തിൻ്റെ നടയിലൊക്കെ പോയി. അകത്ത് കയറാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. അങ്ങനെ നമ്മളിതാ തിരിച്ച് പോവാണ്. ഇതിനിടയിൽ രാവിലെ ഞങ്ങൾ ലേറ്റായ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏട്ടനാണ് വന്ന് കാറ് പാർക്ക് ചെയ്തത്. അപ്പോൾ പാർക്കിംഗ് സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. ഏട്ടൻ അതിവിദഗ്ധമായിട്ട് ഇവിടെ പോയി പാർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെ തിരിച്ചെടുക്കും ഞങ്ങൾക്കറിയില്ല. ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല, അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഏട്ടൻ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുള്ള ദിവസമായതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ അത്ര എക്സ്പേർട്ടായിട്ടുള്ള ഡ്രൈവേഴ്സൊന്നും ആയിട്ടില്ല. അപ്പോൾ ഏട്ടൻ എങ്ങനെ ഇത് ഡീൽ ചെയ്യുന്നുള്ള കാര്യത്തിലൊക്കെ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കുഴപ്പമുണ്ടായില്ല. നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇത്തവണ ഞാൻ ഇവിടുത്തെ മസാല ദോശ മിസ്സാക്കി. അത് മാത്രമാണ് ഒരു ചെറിയ സങ്കടം. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.